Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 3, Moment Distribution Method. Today's topic: Continuous beam with varying moment of inertia. Moment Distribution Method. Continuous beam analysis by using moment distribution method. Problem number 7. Question: determine the support moments at A, B, C and D for the continuous girder. And the figure as shown. This is the figure. Continuous girder, continuous beam ആണ്. Support moments ആണ് find out ചെയ്യേണ്ടത് at A, B, C and D. കണ്ടിന്യൂസ് ബീം ആണ് തന്നിരിക്കുന്നത്, രണ്ടും ഫിക്സ്ഡ് ആണ്. ഈ ഒരു കേസിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഫോർ സ്പാൻ എ ബി മൊമെന്റ് ഓഫ് ഇനേർഷ്യ 1.5 I ആൻഡ് ഫോർ ബി സി 2I ആൻഡ് സി ഡി ഇറ്റ് ഈസ് I. എ ബിയിൽ പോയിന്റ് ലോഡ് ഉണ്ട് 8 കിലോ ന്യൂട്ടൺ, ബി സിയിൽ യു ഡി എൽ 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് സി ഡിയിൽ 4 കിലോ ന്യൂട്ടൺ. അത് സെന്റേർഡ് ആണ്. എ ബിയിൽ പോയിന്റ് ലോഡ് നോൺ സെന്റേർഡ് ആണ്. 3 മീറ്റർ, 4 മീറ്റർ ആൻഡ് 4 മീറ്റർ. ഇതാണ് സ്പാൻ. വേരിയിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് വന്നിരിക്കുന്നത്. എല്ലാ സ്പാനിലും ലോഡ് ഉണ്ട്. 3 സ്പാനും വന്നിട്ടുണ്ട്. സോ നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഒരു കണ്ടിന്യൂസ് ബീം അനലൈസ് ചെയ്യാം. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ദെൻ സൊല്യൂഷൻ. Okay, step 1. Fixed end moments. Find out the fixed end moments. Easy ആണ്. ഇപ്പൊ നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തു. സോ നമുക്കിപ്പോൾ അത് എളുപ്പമായിട്ടുണ്ട്. M bar AB. We know the equation minus W. It's a point load A B square by L square. Substitute all the values. W ന് 8, A ക്ക് 1 meter and B it is 2 meter and for L it is total span 3 meter. Okay, substitute all the values and the answer is minus 3.563. 3.56 kilo Newton meter. Clear? Okay, then M bar B A. Equation എന്താ? Plus W A square B by L square. Okay. Substitute all the values. Again, W8, A1, B2 and divided by L square it is 3. And the answer is plus 1.78 kilo Newton meter. Okay. Then for span BC. Okay. Fixed end moments കണ്ടുപിടിക്കാൻ സ്പാൻ ബി സി എന്താ? എം ബാർ ബി സി. എം ബാർ ബി സി ഇറ്റ് ഈസ് പോയിന്റ്, ഇറ്റ് ഈസ് യു ഡി എൽ ആണ് ഇവിടെ, പോയിന്റ് ലോഡ് അല്ല. സോ ദ ഇക്വേഷൻ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12. ഓക്കെ, മൈനസ് ഇൻറ്റു ഡബ്ല്യു എത്രയാ? 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സ്പാൻ 4 മീറ്റർ ആണ്. സോ എൽ ഈക്വൽ ടു 4 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ് ഇൻ ദിസ് ഇക്വേഷൻ. ദെൻ ദ ആൻസർ ഈസ് minus 6.67 kilo Newton meter. Okay, then M bar C B എന്തായിരിക്കും? Plus W L square by 12. Again W it is 5, L it is 4. Then plus 6.67 kilo Newton meter. Okay, ഇനി നമുക്ക് ലാസ്റ്റ് സ്പാൻ ഇറ്റ് ഈസ് സി ഡി. ഓക്കെ, ഫോർ സ്പാൻ സി ഡി നോൺ സെന്റേർഡ് പോയിന്റ് ലോഡ്, ദെൻ എം ബാർ സി ഡി ഇറ്റ് ഈസ് സെന്റേർഡ് ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? മൈനസ് ഡബ്ല്യു എൽ ബൈ 8 and this W4 L4. Okay, minus 2 kilo Newton meter. Then M bar DC. Plus WL by 8. W4 L4 plus 2 kilo Newton meter.
സിമ്പിൾ അല്ലായിരുന്നോ? ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. M bar AB, M bar BA, M bar BC, M bar CB, M bar CD and M bar DC. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. ഇവിടേക്ക് എഴുതാമേ. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. റിലേറ്റീവ് സ്റ്റിഫ്നെസ് എടുക്കുമ്പം നമ്മുടെ സ്പാന്റെ ഫർദർ എൻഡ് ഫിക്സ്ഡ് ആണോ ഹിഞ്ച്ഡ് ആണോ? ഫിക്സ്ഡ് ആണെങ്കിൽ I/L, ഹിഞ്ച്ഡ് ആണ് ഓർ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 3I/4L. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് കോളം ടേബിൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ജോയിന്റ്, മെമ്പർ, then relative stiffness, RS, total relative stiffness, TRS, and finally distribution factor. Table വരച്ചേക്കുക. Okay. Okay. നമുക്ക് ഇവിടെ ജോയിന്റ് ബിയും ഉണ്ട്, ജോയിന്റ് സിയും ഉണ്ട്. ജോയിന്റ് ബി ഫസ്റ്റ്, then joint C. Clear? Okay, joint B and joint C. Joint B ke BA BC members, BA-BC, and for joint C, CB and CD, CB and CD. ഇനി നമുക്ക് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ജോയിന്റ് ബിയില് ബിയുടെ എ എന്താ ഫാദർ എൻഡ് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആവുമ്പോ എന്താ? I/L. I എന്താ അവിടുത്തെ? ഹിയർ I is 1.5I divided by L 3. എന്ത് വന്നു? I/2. Then BC. സിയുടെ ഫർദർ എന്താ? Again fixed. Okay, partial fixity. So I here 2I/4. It is also I/2. Here also I/2. Clear? Then total relative stiffness. I/2 plus 2I/2 plus I/2, 2I/2. That is I. Okay, distribution factor. Distribution factor equal to relative stiffness divided by total relative stiffness. I/2 divided by I, it is 1/2. Here, relative stiffness divided by total relative stiffness, 1/2. Clear? Then similarly for joint C, CB and CD. CB partial fixity I/L, 2I/4. That is I/2. Then CD again fixed I/4. Total I/2 plus I/4. That is 3I/4. Then distribution factor. Relative stiffness divided by total relative stiffness. It is I/2 divided by 3I/4. It is 2/3. I/4 divided by 3I/4. 1/3. Clear? Distribution factor. Step 2. Next, step 3. എന്തായിരുന്നു? Moment distribution. Applying the moment distribution method or moment distribution. നമുക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ബീം, കണ്ടിന്യൂസ് ബീം നമുക്കൊന്ന് വരയ്ക്കാം. Fixed. This is 3 meter span. Then കാണാമല്ലോ, fixed. Okay, it is D and this is A, B, C. കാണാമല്ലോ എല്ലാവർക്കും? ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ രണ്ടെൻഡും ഫിക്സ്ഡ് ആണ്.
ഓക്കെ, അപ്പൊ മൊമെന്റ് ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നെങ്കിൽ മൊമെന്റ് നമുക്ക് 0 ആയിരുന്നു. ഓവർ ഹാങ്ങിങ് കേസ് ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് എഴുതാം. അതിനു മുമ്പ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇവിടെ നിന്ന് എഴുതാം. ഇറ്റ് ഈസ് joint B distribution factor for BA 1/2 and for BC 1/2. Then joint CB ഇടത് 2/3 and for CD 1/3. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫിക്സഡ് മൊമെന്റ്സ് എഴുതാം. M bar AB മൈനസ് 3.56, BA plus 1.78, BC minus 6.67, CB plus 6.67, CD minus 2, DC plus 2. Okay? Yes. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോളുക. ഓക്കെ, കണ്ടീഷൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. സ്പീഡിൽ ചെയ്തു പോകണം. നമ്മുടെ ജോയിന്റിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് ഈ രണ്ട് മൊമെന്റും കൂടി ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ താഴെ എഴുതുക. ക്യാരി ഓവർ വരുമെങ്കിൽ ക്യാരി ഓവർ പോവുക, ഫിക്സഡ് ആണെങ്കിൽ ക്യാരി ഓവർ പോകും. ഇത് രണ്ടും ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ താഴെ എഴുതുക. ഡിസ്ട്രിബ്യൂഷൻ ക്യാരി ഓവർ പോകുന്നിടത്ത് ക്യാരി ഓവർ പോകും. സെയിം ഈ ജോയിന്റ് രണ്ടും ആഡ് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതുക, ക്യാരി ഓവർ പോകും. ആഡ് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് എഴുതുക, ക്യാരി ഓവർ പോകും. ക്ലിയർ? അങ്ങനെ ഇത് ചെയ്തിട്ട് നമുക്ക് രണ്ട് ജോയിന്റും ഇക്വിലിബ്രിയത്തിൽ ആവുമ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തോ, സ്പീഡിൽ വേണം. പ്ലസ് 1.78 മൈനസ് 6.67 സൈൻ ചേഞ്ച് ചെയ്യുക ഇൻറ്റു ഹാഫ്. പ്ലസ് 2.44 ഇവിടെയും ക്യാരി ഓവർ ഫിക്സ്ഡ് ആണ്, ക്യാരി ഓവർ പോകും, അതിന്റെ ഹാഫ്. Okay, 1.78, 6.67. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് രണ്ടും കൂടി 6.67 മൈനസ് 2 സൈൻ ചേഞ്ച് ചെയ്യുക, മൈനസ് 4.67 ഇൻറ്റു മൈനസ് 4.67 ഇൻറ്റു 2/3. മൈനസ് 3.11. ഓക്കെ, അതിൻ്റെ ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് എത്ര വന്നു? മൈനസ് 1.56. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സൈൻ ചെയ്യുക, ഇൻറ്റു 1/3. ഇറ്റ് ഈസ് മൈനസ് 1.56. ക്യാരി ഓവർ മൈനസ് 0.78. എല്ലാം കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്കിനി സമ്മപ്പ് ചെയ്യാം. ഡബിൾ ലൈൻ ഇട്ടേക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ വേറെ കളർ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ഡബിൾ ലൈൻ ഇടാത്തെ. സമ്മപ്പ് ചെയ്യാം. കാണുന്നില്ലല്ലേ? ഓക്കെ, അഗെയിൻ ഇത് സമ്മപ്പ് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹിയർ
it is 0.39 minus 3.56 plus 1.22. സം അപ്പ് ചെയ്യുക. -2.34, 4.23, -5.78, 4.78, -3.56, 1.22. ഓക്കെ, എഗെയിൻ നമുക്ക് ഇതുപോലെ തന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ സം അപ്പ് ചെയ്തേക്കുന്നതാണ് ബ്ലൂവിൽ എഴുതിയേക്കുന്നത്. ഇനി എഗെയിൻ എന്താ, ഈ ജോയിന്റ് 4.23 -5.78 സൈൻ ചേഞ്ച് ചെയ്യുക ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.78. അതിന്റെ ക്യാരി ഓവർ ഇവിടേക്ക് പോവും 0.39. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 0.78. അതിന്റെ ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് പോവും 0.39. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 2/3 ആയിട്ട് ഇൻറ്റു ചെയ്യുക, -0.81. അതിന്റെ ക്യാരി ഓവർ -0.41. ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക -4.41. അതിന്റെ ക്യാരി ഓവർ -0. വീണ്ടും സമ്മപ്പ് ചെയ്യുക. ബ്ലൂവിൽ സമ്മപ്പ് ചെയ്തേക്കുന്നതാണ് എഴുതിയേക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ് റെഡിൽ ഞാൻ ചെയ്തേക്കുന്നത്. സി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ 1 2 3 4 ടൈംസ് 4 ആൻഡ് ദിസ് 5 ടൈംസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോഴാണ് ജോയിന്റ് ഇക്വിലിബ്രിയത്തിൽ ആയത്. ബി ജോയിന്റ് +5.3 -5.3, ജോയിന്റ് സി +4.14 -4.14, and here it is -1.82 and here it is 0.93. 1 2 3 4 5 ടൈംസ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ബി ജോയിന്റും സി ജോയിന്റും ഇക്വിലിബ്രിയത്തിൽ ആയത്. ക്ലിയർ? ഇങ്ങനെയാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സിമ്പിൾ ആണ്. ജോയിന്റ് രണ്ടൂടെ ആഡ് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക, കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ താഴെ എഴുതുക. ക്യാരി ഓവർ ചെയ്യേണ്ടത് ഫിക്സഡിലേക്ക് ക്യാരി ഓവർ വരും, ഫിക്സഡിലേക്ക് ക്യാരി ഓവർ പോകും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്സ്. സ്റ്റെപ്പ് 4 ഫൈനൽ മൊമെന്റ്സ്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. MAB final moments. Step number 4. Clear? MAB -1.82 kilonewton meter. Okay. MBA +5.3 kilonewton meter. Okay. MBC -5.3 kilonewton meter. MCB +4.14 kilonewton meter. MCB -4.14 kilonewton meter. MDC +0.93 kilonewton meter. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യന് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ 3 മൊമെന്റ് മെത്തേഡിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് സെയിം വാല്യൂ ആയിരിക്കും ഫൈനൽ മൊമെന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് സെയിം വാല്യൂ, ഇവിടുത്തെ മൊമെന്റുകളെല്ലാം നമുക്ക് ഫൈനൽ മൊമെന്റ്സ് സെയിം ആയിരിക്കും, കിട്ടേണ്ടത് സെയിം ആണ്. ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഈ കണ്ടിന്യൂസ് ബീം ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ മൊമെന്റ് കിട്ടേണ്ടത് സെയിം ആയിരിക്കണം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ. കാരണം ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷന് മുമ്പ്. സോ നിങ്ങൾക്ക് അതിൽ ഇതിലും ഫെമിലിയർ ആയിരിക്കും. സോ നിങ്ങൾക്ക് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 5 ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ്. അതും കൂടെ വരച്ചേക്കാം. ഇവിടെ തന്നെ വരച്ചേക്കാമേ. കാണാലോ? യെസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടെ എന്താ, ഇത് എ ബി സി ആൻഡ് ദിസ് ഇസ് ഡി. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്.
ഇനി ഞാൻ ഡിസ്ട്രിബ്യൂഷനിൽ വേറൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ ഡെസിമൽ കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂസ് ആണ് കീപ്പ് ചെയ്തത്. മൂന്നാമത് വാല്യൂ 5ൽ മോർ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ റൗണ്ട് ചെയ്ത് 2 ഡിജിറ്റ് വെച്ചിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് 1 ഡിജിറ്റ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, 3 ഡിജിറ്റ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. അതനുസരിച്ച് നമ്മുടെ ഇറ്ററേഷന്റെ സ്റ്റെപ്പ് കൂടുകയും കുറയുകയും ചെയ്യുമെന്നേ ഉള്ളൂ. വാല്യൂസ് ഏകദേശം സെയിം തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. പോയിന്റ് കഴിഞ്ഞ് ചിലപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ 5.2 ആയിരിക്കാം, അല്ലെ 5.4 ആയിരിക്കും. നേരിയ ലൈറ്റ് വേരിയേഷൻസ് മാത്രമേ നമുക്ക് ആൻസറിൽ വരുള്ളൂ. സാരമായ വ്യത്യാസം ഒന്നും വരില്ല. ക്ലിയർ? ഒന്ന് ചെയ്ത് നോക്കണേ. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേക്കാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1 point ഫൈനൽ മൊമെന്റ്സ് ആണ് ഞാൻ റൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, 1 point, this is A, 1.82. then here it is 5.3, 5.28 ആണ് വന്നത്. അതാണ് ഞാൻ റൗണ്ട് ചെയ്ത് 5.3 എഴുതിയേക്കുന്നത്. then 4.14, അതിനെക്കാട്ടിലും കുറച്ചുകൂടി താഴെ. Okay, then here 0.93, this is D. ഇച്ചിരി കയറിപ്പോയെ, സോറി. 0.93 only. It is 4.14. This is 5.3. ഇനി നമുക്ക് ഇവിടെ പോയിന്റ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഉണ്ടായിരുന്നു. ഹിയർ 1 മീറ്റർ മാറിയിട്ട് നമുക്ക് പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നു. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ 2.36 പ്ലസ് മൈനസ് നമുക്കിവിടെ UDL ആയിരുന്നു. ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത് 5.29. ഓക്കെ, ദിസ് ഇസ് പ്ലസ്. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇത് എടുക്കാവുള്ളേ. ആൻഡ് ഇത് കറക്റ്റ് നടുക്കായിരുന്നു നമുക്ക് പോയിന്റ് ലോഡ്. ഓക്കെ, ഇറ്റ് ഈസ് 1.48. Okay, this is the final bending moment diagram. Clear? Okay, ഈ പോയിന്റ് 2 പോയിന്റ് മിഡ് പോയിന്റ് വരുന്നത് 2.36, ഹിയർ 5.29 and here it is 1.48. ക്ലിയർ ആയല്ലോ? ഓക്കെ, വർക്കൗട്ട് ചെയ്ത് നോക്കണം. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സിമ്പിൾ ആണ്, നമുക്ക് ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. കാര്യം നമുക്കിത് ആഡപ്പ് ചെയ്തു, സൈൻ ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഐഡിയൽ ചെയ്തു, ഗെയിം പോലെയാണ്. സോ എന്ന് പറഞ്ഞ് തെറ്റിച്ചേക്കരുത്. സൈൻ ചേഞ്ച് ചെയ്യേണ്ടടുത്ത് ഇത് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നത് മറക്കരുത്. അത് മറന്നു പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ളും തെറ്റും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ജോയിന്റ് ഈക്വിലിബ്രിയത്തിലാവാതെ കൺഫ്യൂസ് ആവും. സോ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ്, എല്ലായിടവും 2 ഡിജിറ്റ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലായിടവും 3 ഡിജിറ്റ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരിടത്ത് 2 ഡിജിറ്റ്, അടുത്തതിനകത്ത് 3 ഡിജിറ്റ്, മൊത്തത്തിൽ കൺഫ്യൂസ് ആവും. സോ 1 ഡിജിറ്റ് ആണെങ്കിൽ 1 ഡിജിറ്റ്, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജോയിന്റ് ഇക്വിലിബ്രിയത്തിലാവും. ഈസി ആയിട്ട് ഇത് ഒരു 6 വലിയ സ്പാനൊക്കെ വരും. ഇപ്പൊ 3 സ്പാൻ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യേണ്ടി വന്നത്. ഇതിനു മുമ്പ് നമ്മൾ സിംഗിൾ സ്പാനും 2 സ്പാനും ഒക്കെ എടുത്തപ്പോൾ നമുക്ക് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഫൈനൽ മൊമെന്റ്സ് നിങ്ങൾക്ക് ഇത് ആൻസർ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ബെൻഡിങ് മൊമെന്റും ആഫ്റ്റർ ദാറ്റ് ബെൻഡിങ് മൊമെന്റും വരയ്ക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.